ഇപ്പോൾ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും സിദ്ധു മൂസേവാലയുടെ കൊലപാതകം സിദ്ധു മൂസേവാല അവസാനത്തേതായിരുന്നു. പഞ്ചാബിനെ ഞെട്ടിച്ച ഈ സംഗീതജ്ഞന്മാരുടെ കൊലപാതകങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ അതിലേറ്റവും ഭയങ്കര വിഷമകരമായിട്ടുള്ളത് അമർജോത് ചംകീല. അതായത് 1960 ധനിറാം എന്ന പേരിൽ ഇദ്ദേഹം ജനിച്ചത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ പഞ്ചാബി സോങ്സ് നമ്മൾ ഒരുപാട് ഒരുപാട് ആ ടൈപ്പ് കേട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഫോക്ക് ടൈപ്പിലേക്ക് കൊണ്ടുപോയി ഇക്കിളിപ്പെടുത്തുന്ന വരികളും അതേപോലെയുള്ള 18+ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ പഞ്ചാബി സംസ്കാരത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അവരിതിനെ വല്ലാണ്ട് എതിർക്കാൻ തുടങ്ങി. ഇദ്ദേഹം പിന്നീട് ഭയങ്കര പഞ്ചാബിൽ വേൾഡ് ഫേമസ് ആയി. അതായത് എൽവിസ് ഓഫ് പഞ്ചാബ് എന്ന് വരെ പിന്നീട് മൂപ്പർ അറിയപ്പെട്ടിട്ടുണ്ട്. പിന്നീട് മൂപ്പരെ സന്തത സഹചാരിയും പാട്ടിൻ്റെ ഒരു പാർട്ട്ണറുമായ അമർജോത് എന്ന് പറയുന്ന സ്ത്രീയെ രണ്ടാമത് വിവാഹം ചെയ്ത് അവർ ഈ പരിപാടി ഇങ്ങനെ തുടർന്നു. പക്ഷേ ഈ സംഭവം ചെന്ന് നിന്ന സ്ഥലം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ഞെട്ടിപ്പോകും. കാരണം 1988 ഇതേപോലെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും പോകുന്ന സമയത്ത് ബൈക്കിൽ വന്ന് മുഖം മൂടിയിട്ട ആൾക്കാർ ഇവരെ രണ്ടുപേരും പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. നാട് നടുങ്ങിപ്പോയി. കാരണം ഇത്തരത്തിലേക്ക് ഇത് വന്ന് നിൽക്കുന്ന ആരും കരുതിയിട്ടില്ല. 1988 മുതൽ ഇന്ന് 2024 ഈ ചംകീല എന്ന് പറയുന്ന ഇംതിയാസ് അലീൻ്റെ സിനിമ ഇറങ്ങുന്നവരെയും ആ കുറ്റവാളികൾ ആരാണെന്നോ അല്ലെങ്കിൽ ആ കേസിൽ എന്താണ് തീർപ്പെന്നോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചാബ് പോലീസിനോ ഇന്ത്യയിലെ നിയമ സംവിധാനത്തിനോ പറ്റിയിട്ടില്ല എന്നുള്ളത്